കീമോതെറപ്പി എടുക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ആൻഡ് ക്യാൻസർ പേഷ്യൻസിനായിട്ടുള്ള ഒരു എരിവില്ലാത്ത ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ താഴെ എഴുതാമേ. ഗ്രീൻ പീസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, കാർബ്സ് ഉണ്ട്, ആവശ്യത്തിന് കാലറീസ് ഉണ്ട്. എരിവില്ലാതെ പക്ഷെ തീരെ രുചിക്ക് കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ പേഷ്യൻസിന്റെ കെയർ ഗിവേഴ്സിന് ഇത് എരിവ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു പച്ചമുളക് കീറിയിടുകയോ മുളക് പൊടി ചേർക്കുകയോ ചെയ്താൽ മതി. അടി കട്ടിയുള്ള ഇച്ചിരി ഡീപ്പ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അത് ചൂടാക്കിയിട്ട് കറുകാപ്പട്ടയും ക്ലോവ്സും ഏലക്കയും ഇടുക. അതിലേക്ക് തക്കാളിയും തേങ്ങയും നല്ല മഷി പോലെ അരച്ചിട്ട് ആഡ് ചെയ്യുക. ചിലർക്ക് ആ സിന്നമണും ക്ലോവിനും ഒക്കെ ആയാലും എരിവ് തോന്നിയേക്കാം. അപ്പത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ അരച്ച് ചേർത്താൽ മതിയാകും കേട്ടോ. എന്റെ ഗ്രീൻ പീസ് കറിയിൽ ഞാൻ പൊട്ടറ്റോയും ഇടുന്നുണ്ട്. അപ്പൊ ഗ്രീൻ പീസും പൊട്ടറ്റോയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒഴിച്ച ആ അരപ്പിന്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിന്റെ കൂടെ നമ്മൾ ഇടിയപ്പം അഥവാ സ്ട്രിംഗ് ഹോപ്പേഴ്സ് ആണ് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയിലേക്ക് ഇച്ചിരി ഉപ്പും ചേർത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് പയ്യെ ഇളക്കി നല്ലൊരു മാവ് ഉണ്ടാക്കണം. അത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞെക്കി ഇങ്ങനെ ആന്റി ചെയ്യുന്ന പോലെ വേണേൽ കുറച്ച് തേങ്ങാപ്പീര ഇടാം, ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. എന്നിട്ട് ആവി കയറ്റി എടുക്കുന്നതാണ്. ക്യാൻസർ പേഷ്യൻസിന്റെ വീടുകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കിയാൽ ഒന്നെങ്കിൽ ഈ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂട്ടിയൊക്കെ നന്നായിട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് പിഴിഞ്ഞ് ചെയ്യാൻ നോക്കുക. Don't forget to subscribe.